നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൂന്നാമത്തെ ഡേ ആണെന്ന്. അപ്പം ഒന്നും രണ്ടും ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം ഡേ 1ഉം ഡേ 2ഉം കാണുക കേട്ടോ. ഒരു ഓർഡറിൽ എന്ത് ചെയ്യുക, പോവുക. ഡെയിലി എടുക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു പോവുക കേട്ടോ. ഒന്നും എന്ത് ചെയ്യരുത്, നാളത്തേക്ക് മാറ്റി വെക്കരുത്. നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ലേ എടുത്തു പോകുന്നുള്ളൂ. അപ്പം ഇപ്പം എന്താണ്, നമുക്ക് പഠിക്കാനും വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഓക്കെ. പിന്നെ PDF പറ്റി പലരും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുക, ഏറ്റവും നല്ലത് എന്താണ്, ക്ലാസ് കണ്ട് അതിൻ്റെ ഒരു ലെക്ചർ നോട്ടായിട്ട് എഴുതി പോകുക കേട്ടോ. നമ്മൾ ഒരുപാട് PDF നമ്മുടെ കയ്യിലുണ്ടായിട്ട് കാര്യമില്ല അല്ലേ. നമുക്ക് എന്താണ്, നമ്മളത് നോക്കാനും അല്ലെ, ഒരു ദിവസം നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ലോഡ് ആയിക്കൊണ്ടിരിക്കും. ജസ്റ്റ് ഇത് ക്ലാസ് കണ്ട് നമ്മൾ നോട്ട് എഴുതുമ്പോൾ എന്താണ്, അത് അവിടെ കൃത്യമായിട്ട് നടന്നു പോകും. ക്ലിയർ ആണല്ലോ. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് എഴുതുക പറഞ്ഞു കഴിഞ്ഞാൽ എല്ലതും വാരി വലിച്ച് എഴുതണ്ട. ആവശ്യമായ പോയിന്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതി പോകാം. അത് നിങ്ങളുടെ ഭാഷയിൽ വളരെ ചുരുക്കിയിട്ട് എഴുതി പോവുക. ഓക്കെ. പിന്നെ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു റിവിഷനും കൂടിയാണ് നടക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലേ, ക്ലാസിൻ്റെ കാര്യം പറഞ്ഞില്ലേ. നമ്മൾ ഡെയിലി 3 ക്ലാസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്താണ്, എക്സസൈസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് എടുക്കുന്നത് കാരണം നമുക്ക് ഡെയിലി 3 ക്ലാസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, സ്പെഷ്യൽ ടോപ്പിക്സ് ഏകദേശം അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്കും തീരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി 3 ക്ലാസ് വെച്ചിട്ട് ഉണ്ടാവുന്നതാവും. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ കാര്യം പറഞ്ഞത് എന്താണ്, ഓരോ ദിവസം ഇടവിട്ടിട്ടായിരിക്കും കേട്ടോ. അതായത് തിങ്കൾ, ബുധന്, വെള്ളി അങ്ങനെയായിരിക്കും എക്സസൈസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാവുക. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഡെയിലി അല്ലേ, തിങ്കൾ മുതൽ വെള്ളി വരെ എന്തുണ്ടാവും, നമ്മുടെ മറ്റ് ടോപ്പിക്സ് അല്ലേ, ടോപ്പിക്സും അതുപോലെ ഇംഗ്ലീഷ് ഓർ മലയാളം ഓർ മാത്സ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ്, ഇതിൻ്റെ ഏതെങ്കിലും ഒരു ക്ലാസ്സും ആയിരിക്കും ഉണ്ടാവുക. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് SCRT പാഠഭാഗമാണ് കേട്ടോ. അപ്പോൾ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ട് SCRTയിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ 2 ക്ലാസ്സിലായിട്ടല്ലേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത് അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവില്ലേ, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നത്, അതുപോലെ ഏത് മേഖലയിൽ നിന്നൊക്കെയാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തത്, 2 ക്ലാസ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, SCRTയിലോട്ട് കിടക്കാം. ഓക്കെ. SCRTയിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടല്ലേ, ഇപ്പോൾ സിലബസ് മാറിയിട്ടുണ്ട്, കുട്ടികളുടെ പാഠപുസ്തകം മാറിയിട്ടുണ്ട്. അപ്പോൾ ആ മാറിയ പാഠപുസ്തകമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ എന്താണ്, പഴയ ടെസ്റ്റും കൂടി നോക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് പഠിച്ചു പോവാം. പിന്നെ നമുക്ക് പഴയതും കൂടി അടുത്ത ക്ലാസ്സിലായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. എന്താണല്ലേ, കേരളത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഒരുപാട് വർക്കൗട്ട് ചെയ്തൊരു ഭാഗമാണല്ലേ കേരളത്തിന്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ നോക്കൂല്ലേ, നമുക്ക് പ്രധാനമായിട്ടല്ലേ കേരളത്തിന്റെ ഭൂപ്രകൃതി എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഒന്നും മനസ്സിൽ പറഞ്ഞേ, എത്രയായിട്ടുണ്ട് അല്ലേ, 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ് അല്ലേ, മലനാട്, അതുപോലെ ഇടനാട്, അതുപോലെ എന്താണ്, തീരപ്രദേശം അല്ലേ. ഇവിടെ ഈ പച്ച കളറിൽ കാണപ്പെടുന്ന ഈ ഒരു ഭാഗമാണ് എന്ത്, മലനാട് എന്ന് പറയുന്നത് അല്ലേ. ഏറ്റവും കൂടുതലുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, മലനാടാണ് അല്ലേ. പിന്നെ രണ്ടാമത് വരുന്നത് ഏതാണ് അല്ലേ, റെഡ് കളറിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് ഇടനാട് എന്ന് പറയുന്നത്. ഓക്കെ. ലാസ്റ്റ് ഈ ഒരു ബ്ലൂ കളറിൽ കാണുന്ന ഈ ഒരു ഭാഗമാണ് എന്ത്, തീരപ്രദേശം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമ്മൾ പറഞ്ഞു, മലനാടിനെ കുറിച്ചിട്ട് പറഞ്ഞില്ലേ, എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് മലനാട് കിടക്കുന്നത്, സമുദ്രനിരപ്പിൽ നിന്ന് എത്രയാണ്, 75 കിലോമീറ്ററിന് മുകളിലാണ് എന്ത് കിടക്കുന്നത്, മലനാട് കിടക്കുന്നത് അല്ലേ. അതായത് ഈ സമുദ്രനിരപ്പിൽ നിന്ന് ഇവിടെ എന്താണ്, ലക്ഷദ്വീപ് കടലുണ്ട് അല്ലേ, ഇവിടെ നിന്ന് ഏകദേശം 75 കിലോമീറ്ററിന് മുകളിലോട്ടാണ് എന്ത് കിടക്കുന്നത്, മലനാട് കിടക്കുന്നത്. ഇടനാടാണെങ്കിലോ, ഇടനാട് എത്രയാണ്, 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ് എന്താ, ഇടനാട് കിടക്കുന്നത് അല്ലേ. തീരപ്രദേശമാണെങ്കിലോ, തീരപ്രദേശം 7.5 മീറ്ററിന് താഴെയാണ് അല്ലേ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഒരുപാട് വർക്കൗട്ട് ചെയ്ത് പോയിട്ടുണ്ട് അല്ലേ. ഓക്കെ. അപ്പം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെപ്പറേറ്റ് അവർ പറയുന്ന കാര്യങ്ങൾ നോക്കാം. ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. 75 മീറ്ററിന് മുകളിലാണ് എന്ത് കാണുന്നത്, മലനാട് കാണുന്നത് അല്ലേ. എന്താണ് മലനാട്ടിന്റെ പ്രത്യേകത അല്ലേ, ധാരാളം കുന്നുകളും മലകളൊക്കെ ഉൾപ്പെടുന്നതാണ് എന്ത്, മലനാട് എന്ന് പറയുന്നത് അല്ലേ. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. കൂടാതെ എന്താണ്, നമ്മുടെ കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്, മലനാട്ടിൽ നിന്നാണ് അല്ലേ. നമുക്കറിയില്ലേ, മലയുടെ മുകളിൽ നിന്നാണ് എന്ത്, നദികളൊക്കെ ഉത്ഭവിച്ച് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ്, കേരളത്തിലെ 44 നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്, ഈ മലനാട്ടിൽ നിന്നാണ്. ഓക്കെ. അടുത്തതല്ലേ, ഇടനാടിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ. നമ്മൾ പറഞ്ഞു, സമുദ്രനിരപ്പിൽ നിന്ന് എത്രയാണ്, 7.5 മീറ്ററിനും അതുപോലെ 75 മീറ്ററിനും ഇടയിലാണ് എന്ത് കാണപ്പെടുന്നത്, ഇടനാട് കാണപ്പെടുന്നത് അല്ലേ. ഇടനാടിന്റെ സവിശേഷത എന്താണ്, ഇവിടെ എന്താണ് അല്ലേ, ചെറിയ കുന്നുകളും അതുപോലെ താഴ്വരകളൊക്കെ നിറഞ്ഞതാണ് എന്ത്, ഇടനാട് എന്ന് പറയുന്നത് അല്ലേ. ചെറിയ കുന്നുകളും എന്താണ് അല്ലെ, താഴ്വരകളൊക്കെ ചേർന്നതാണ് ഇടനാട്ടില്
കണ്ടുവരുന്നത് അല്ലേ ഈ ഒരു ഭൂപ്രകൃതിയുടെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ് ഇടനാട് എന്ന് പറയുന്നത്. ചെറിയ കുന്നുകളും താഴ്വരകളും ഒക്കെയാണ് ഈ ഒരു ഭൂപ്രകൃതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തീരപ്രദേശത്തോട്ട് വന്നാൽ തീരപ്രദേശം എന്താണല്ലേ 7.5 മീറ്ററിന് താഴെയാണ് ഇതിൻ്റെ ഒരു ഉയരം എന്ന് പറയുന്നത് അല്ലേ സമുദ്രനിരപ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അല്ലേ. അപ്പൊ ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കാണുന്ന ഒരു ഭൂപ്രകൃതിയാണ് എന്ത് ഈ ഒരു തീരപ്രദേശം എന്ന് പറയുന്നത്. അതും കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക അല്ലേ. ഇവിടെ കാണുന്നതല്ലേ നമ്മൾ പറഞ്ഞില്ലേ ലക്ഷദ്വീപ് എവിടെയാണ് കാണുന്നത് അല്ലേ, ഇതാണ് ലക്ഷദ്വീപ് കടലല്ലേ. അപ്പൊ ഇതിനോട് ചേർന്ന് അല്ലേ ഇതിനോട് ചേർന്നിട്ടാണ് എന്ത് കാണപ്പെടുന്നത് നമ്മുടെ തീരപ്രദേശം കാണപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഭാഗത്തിലോട്ട് പോവാം. ഇനി അടുത്ത ഭാഗം നമ്മൾ പറയുന്നത് കേരളത്തിന്റെ കാലാവസ്ഥയെ കുറിച്ചിട്ടാണ് കേട്ടോ. കേരളത്തിന്റെ കാലാവസ്ഥ എപ്പോഴും ചോദിക്കാറുള്ള ഒരു മേഖല കൂടിയാണ് കാലാവസ്ഥ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയില്ലേ കേരളത്തിന്റെ കാലാവസ്ഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലല്ലേ ധാരാളം മഴ ലഭിക്കുന്ന ഒരു നാടാണല്ലേ നമ്മുടെ കേരളം എന്ന് പറയുന്നത് അല്ലേ. നമുക്കറിയാലേ മഴ കുറച്ച് കൂടുതലാണെന്ന് മാത്രമല്ലേ ചില സമയത്ത്. അപ്പൊ പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിലെ 2 തരം മഴക്കാലമാണുള്ളത് അല്ലേ. ഏതൊക്കെയാണ് 2 മഴക്കാലം എന്ന് പറയുന്നത്? നമുക്കറിയാം ജൂണിൽ ആരംഭിക്കുന്ന മഴ അല്ലേ പ്രധാനപ്പെട്ട മഴക്കാലം എന്ന് പറയുന്നത് ഏതാണ്? ഈ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന അല്ലെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന മഴക്കാലം അല്ലെ അതിനെന്താ പറയാ കാലവർഷം എന്നാണ് പറയല്ലേ അല്ലെ. എന്താണ് പറയാ കാലവർഷം എന്നാണ് പറയാ. ഓക്കെ, ഇതിന്റെ മറ്റൊരു പേരാണ് എന്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ഈ ഒരു കാലവർഷത്തെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് നിലവിലുള്ളത് എന്താണ് 2 മഴക്കാലങ്ങളാണ് അല്ലെ. ഏതൊക്കെയാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം എന്നറിയപ്പെടുന്നതും പിന്നെന്താണ് അടുത്തത് വടക്കു കിഴക്കൻ മൺസൂൺ കാലം അഥവാ തുലാവർഷം എന്നറിയപ്പെടുന്നതാണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് അല്ലേ നമുക്കറിയാം ജൂണിലാണ് നമ്മുടെ മഴയൊക്കെ തുടങ്ങുന്നത് അല്ലേ. ആ ജൂണിലെ മഴ പെയ്ത് ഏത് വരെ സെപ്റ്റംബർ വരെ പെയ്യുകയാണെങ്കിൽ ആ ഒരു മഴക്കാലം ആ ഒരു സീസണിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് പറയുന്നത് അല്ലേ. ധാരാളം മഴ ലഭിക്കുന്നതും ഈ ഒരു കാലഘട്ടത്തിലാണല്ലേ. നമ്മളെപ്പോഴും മഴക്കാലം എന്നൊക്കെ പറയുന്നത് ഈ ഒരു സമയത്താണല്ലോ അല്ലേ. പിന്നീട് അല്ലേ നമ്മുടെ ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോൾ എന്താണല്ലേ ഇടിയോട് കൂടിയിട്ടില്ലേ ചെറിയ രീതിയിൽ ഇടയ്ക്കൊക്കെ പെയ്യുന്ന മഴ ഉണ്ടാവും അല്ലേ. ഒക്ടോബർ നവംബർ മാസത്തില് ഈ 2 മാസത്തിൽ പെയ്യുന്ന ഈ ഒരു മഴയാണ് എന്ത് പറയുന്നത് വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എന്താണ് വടക്കു കിഴക്കൻ മൺസൂൺ കാലം അല്ലെ അഥവാ എന്താണ് തുലാവർഷം എന്നും ഇത് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ 2 മഴക്കാലങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലവും അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലവും. ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കാലവർഷം എന്ന് പറയുന്നത് അല്ലെ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നതും ഏതാണ് ഈ ഒരു സമയത്താണ് അല്ലെ കാലവർഷം എന്ന് പറയുന്ന സമയത്താണ്. അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തെ പറയുന്ന മറ്റൊരു പേരാണ് എന്താ തുലാവർഷം. അപ്പൊ അത് പെയ്യുന്ന ടൈമും കൂടി ഓർത്ത് വെച്ചേക്ക. കാലവർഷം ആണെങ്കിൽ ഏത് സമയത്താണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. തുലാവർഷം ആണെങ്കിലോ ഒക്ടോബർ നവംബർ മാസത്താണ് പെയ്യുന്നത്. ഓക്കെ, ഇല്ലേ മൺസൂണുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം അല്ലെ. എന്താണ് മൺസൂൺ കാറ്റുകൾ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട് അല്ലെ. എന്താണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്? കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഗതി മാറി വീശുന്ന കാറ്റുകളാണ് എന്ത് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പറഞ്ഞത്? കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചിട്ട് ഗതി മാറി വീശുന്ന കാറ്റുകൾ അല്ലെ അതിനെയാണ് എന്ത് പറയുന്നത് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു അല്ലേ 2 മഴക്കാലത്തെ കുറിച്ച് പറഞ്ഞല്ലേ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഉണ്ട്, അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂൺ ഉണ്ട് അല്ലേ. ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്ന് കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത് അല്ലേ. എന്താണ് പറഞ്ഞത്? ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ എന്താണ് ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തില് തെക്കു പടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് എന്താ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ കടലിൽ നിന്നല്ലേ ഇത് എവിടുന്നാ വരുന്നത്? കടലിൽ നിന്നാണ് വീശുന്നത് അല്ലേ. അപ്പൊ കടലിൽ നിന്ന് വരുന്ന ഈ കാറ്റ് എന്താണ് അല്ലെ ഈർപ്പം നിറഞ്ഞതായിരിക്കും. ഓക്കെ, അങ്ങനെ ഈർപ്പം നിറഞ്ഞ ഈ കാറ്റ് എന്താണ് കരയിലേക്ക് പ്രവേശിച്ചിട്ട് എങ്ങോട്ട് പോകുന്നു? പശ്ചിമഘട്ട മലനിരകളിലേക്ക് പോകുന്നു അല്ലെ. നേരെ ഇപ്പൊ അത് കേരളം ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ എന്തുണ്ട് പശ്ചിമഘട്ട മലനിരകൾ ഉണ്ട് അല്ലെ. ഇവിടെ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു അല്ലെ. ഇതിനെ ഇങ്ങോട്ടേക്ക് പശ്ചിമഘട്ട മലനിരകളിൽ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ മഴ പെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അതായത് ഈ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തും ഈ വരുന്ന കാറ്റിനെ ഈർപ്പം നിറഞ്ഞ കാറ്റിനെ. അതായത് കടലിൽ നിന്ന് വരുന്ന ഈ ഈർപ്പം നിറഞ്ഞ കാറ്റിനെ എന്ത് ചെയ്യുന്നു? പശ്ചിമഘട്ട മലനിരകൾ അവിടെ തടഞ്ഞു നിർത്തുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ കാറ്റുകൾ എങ്ങോട്ടേക്ക് കടക്കുന്നില്ല, ഇതിന്റെ അപ്പുറത്തോട്ട് കടക്കുന്നില്ല അല്ലെ. അപ്പൊ ഈ അപ്പുറം ഭാഗം എവിടെയാണല്ലേ? തമിഴ്നാടൊക്കെ ഭാഗങ്ങളൊക്കെ വരുന്നത് ഈ ഭാഗത്താണ്. അതുകൊണ്ടാണ് ഈ സമയത്ത് എന്ത് ചെയ്യുന്നത് തമിഴ്നാട്ടിലൊന്നും മഴ ലഭിക്കാത്തത് അല്ലെ. അപ്പൊ ഇവിടെ പശ്ചിമഘട്ടത്തിൽ തട്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ മഴ പെയ്യാണ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ മഴ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ കേരളത്തില്.
ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ധാരാളമായിട്ട് ഈ സമയത്ത് മഴ ലഭിക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് എന്താ പറയുന്നത്? അടുത്തതല്ലേ ഇനി വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ, തുലാവർഷം എന്നറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഈ ഒരു മഴക്കാലം എന്ന് പറയുന്നത് അല്ലേ, മൺസൂൺ കാലം എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു പേരെന്താണ്? തുലാവർഷം എന്നാണ് പറയുന്നത് അല്ലേ, നമ്മൾ പറഞ്ഞു. ഇതെങ്ങനെയാണ് വീശുന്നത്? ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർവിപരീത ദിശയിൽ വടക്ക് കിഴക്ക് നിന്ന് വീശുന്നു അല്ലേ. അത് എവിടെന്നാ വീശുന്നില്ല, ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, വടക്ക് കിഴക്കുന്നാണ് വീശുന്നത്. ഈ കാറ്റുകൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് അറിയപ്പെടുന്നു അല്ലെ. ഈ കാറ്റുകളുടെ ഒരു ഭാഗം എവിടുന്നാണ്? ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ എന്തുണ്ടാവുന്നു? നമ്മുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും എന്ത് ചെയ്യുന്നു? ഈ ഒരു കാറ്റ് കാരണം മഴ പെയ്യുന്നു. ഓക്കെ, ഈ സമയത്താണ് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ധാരാളമായിട്ട് മഴ ലഭിക്കുന്നതൊക്കെ ഈ ഒരു സീസണിലാണ്. ഈ ഒരു സീസണിനെ എന്ത് പറയുന്നു? നമ്മുടെ തുലാവർഷം എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അത് എവിടുന്നാണ് വീശുന്നത്? വടക്ക് കിഴക്കിൽ നിന്നാണ് വീശുന്നത് അല്ലെ, ആ പേരിൽ തന്നെ ഉണ്ട്, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്നാണ് പറയുന്നത് അല്ലെ. ഏത് സമയത്താണ്? ഒക്ടോബർ നവംബർ മാസത്തിലാണ്. നിങ്ങൾ ഇത്രയും ഒന്ന് ഓർത്ത് വെക്കുക. അതായത് 2 മൺസൂൺ കാലങ്ങളാണ് ഉള്ളത് അല്ലെ. നമ്മുടെ മഴക്കാലം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ഉണ്ട്, അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂൺ ഉണ്ട്. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലത്തെ എന്താണ് നമ്മൾ അറിയപ്പെടുന്നത്? കാലവർഷം എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. ധാരാളം മഴ ലഭിക്കുന്ന സമയമാണല്ലേ, അതാണ് കാലവർഷം എന്ന് അറിയപ്പെടുന്നത് അല്ലെ. ഏത് മാസത്തിലൊക്കെയാണ്? ജൂൺ സെപ്റ്റംബർ മാസത്തിലാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് അല്ലേ ആ ഒരു മഴയുടെ കാലയളവ് എന്ന് പറയുന്നത്. ശേഷം അല്ലേ ഒക്ടോബർ നവംബറിലാണ് പിന്നെ തുടങ്ങുന്നത്? നമ്മുടെ തുലാവർഷം അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം തുടങ്ങുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോവാം. അടുത്ത ഭാഗം നോക്കാം. മണ്ണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, കേരളത്തിലെ മണ്ണിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മണ്ണ്. ഓക്കെ അല്ലെ, നമുക്കറിയാം ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് എന്താണ് അടിസ്ഥാനപരമായ ഘടകമാണ് എന്ത്? മണ്ണ് എന്ന് പറയുന്നത് അല്ലെ. ഈ മണ്ണ് എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അല്ലെ, പാറകളൊക്കെ പൊടിഞ്ഞിട്ടാണ് എന്ത് രൂപപ്പെടുന്നത്? മണ്ണായിട്ട് മാറുന്നത് അല്ലെ. ഇത് പെട്ടെന്ന് നടക്കുന്ന പ്രക്രിയയാണോ? അല്ലല്ലേ. മാസങ്ങൾ കൊണ്ട് നടക്കുന്നതാണോ? അല്ലല്ലേ, വർഷങ്ങൾ എടുക്കും അല്ലെ. ഒരു ഇഞ്ച് കനത്തിൽ മണ്ണ് ഉണ്ടായി എടുക്കാൻ എത്ര സമയം എടുക്കും? 1 ഇഞ്ച് കനത്തിലാണെങ്കിൽ നമുക്ക് ഏകദേശം 1000-ലധികം വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഒരു മണ്ണ് രൂപീകരണത്തിന് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് ഭൂപ്രകൃതി, അതുപോലെ കാലാവസ്ഥ അല്ലെ, ആ ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതി, അതുപോലെ അവിടുത്തെ കാലാവസ്ഥ. പിന്നെന്താണ് നമ്മൾ പറഞ്ഞു, പാറ പൊടിഞ്ഞിട്ടാണ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ആ പാറയുടെ ഘടന, അതുപോലെ എത്ര കാലപ്പഴക്കം ഉണ്ട് ആ പാറയ്ക്ക്, അതുപോലെ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റു സൂക്ഷ്മജീവികളുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടുമാണ് എന്തുണ്ടാവുന്നത്? മണ്ണ് പെട്ടെന്ന് രൂപക്കൊള്ളുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മണ്ണ് രൂപപ്പെടുന്നതിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് അല്ലെ? നമ്മൾ പറഞ്ഞു ഭൂപ്രകൃതി ഉണ്ട് അല്ലെ, ആ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി എങ്ങനെ ഇരിക്കുന്നു അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? മണ്ണ് രൂപപ്പെടും. അതുപോലെ കാലാവസ്ഥയുണ്ട്, ആ പ്രദേശത്തിന്റെ കാലാവസ്ഥ, അതുപോലെ പാറയുടെ ഘടന അല്ലെ, പാറ പൊടിഞ്ഞിട്ടാണ് ഉണ്ടാവുന്നത്, അതുകൊണ്ട് തന്നെ പാറയുടെ ഘടനയും അതിന്റെ കാലപ്പഴക്കവും ഉണ്ട്. കൂടാതെ എന്താണ്? സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റു സൂക്ഷ്മജീവികളുടെ പ്രവർത്തനവും. ഇതൊക്കെ എന്താണ് ഈ ഒരു മണ്ണ് രൂപീകരിക്കുന്നതിന് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പിന്നല്ലേ നമ്മൾ പറഞ്ഞു 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ എത്ര സമയം എടുക്കുന്ന പറഞ്ഞത്? 1-2 മാസമാണോ? അല്ലല്ലേ, ഏകദേശം 1000-ലധികം വർഷങ്ങൾ എടുക്കും എന്നാണ് പറയുന്നത് അല്ലെ. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ ഏകദേശം എന്താണ്? 1000-ലധികം വർഷം എടുക്കും. ഓർത്ത് വെച്ചേക്കാട്ടോ. ഇനി നമുക്ക് പ്രധാന മണ്ണിനങ്ങളെ കുറിച്ചിട്ട് നോക്കാം. നമുക്കറിയാലേ കേരളത്തിൽ പല മണ്ണിനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ഓരോ ഭൂപ്രകൃതിയിലും നമുക്കെന്താ വ്യത്യസ്തമായിരിക്കും അല്ലെ. നമ്മുടെ തീരപ്രദേശത്തുള്ള മണ്ണായിരിക്കില്ലല്ലേ നമ്മുടെ മലനാടുകളിലൊക്കെ കാണപ്പെടുന്നത്, അതുപോലെ തന്നെ ഇടനാടുകളിലും കാണപ്പെടുന്നത്. ഇനി ഒരു ഭാഗത്ത് തന്നെ പലതരം മണ്ണുകളും വ്യത്യസ്ത ഇനം മണ്ണുകളാണ് കാണപ്പെടുന്നത് അല്ലെ. ഇടനാട്ടിൽ തന്നെ പല മണ്ണുകളും ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം പലതരം മണ്ണുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഏതൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത് അല്ലെ ചെങ്കൽ മണ്ണ് അല്ലെ. ചെങ്കൽ മണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ? ലാറ്ററൈറ്റ് മണ്ണ് അല്ലെ. പലപ്പോഴും ലാറ്ററൈറ്റ് മണ്ണ് എന്നാണ് ചോദിക്കാറ്. പരീക്ഷയ്ക്ക് എപ്പോഴും കാണുന്നത് ലാറ്ററൈറ്റ് തന്നെ കേട്ടോ, ഇംഗ്ലീഷിൽ തന്നെയാണ് ചോദിക്കാറ്. ചിലപ്പോൾ എന്താണ് ചെങ്കൽ മണ്ണെന്നും പറയും. അപ്പൊ രണ്ടും അതിന്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ചെങ്കൽ മണ്ണ് എന്ന് പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത് കേട്ടോ, ഓർത്ത് വെച്ചേക്കാം. പിന്നെ അല്ലേ വേറെ എന്താണ്? ചെമ്മണ്ണും നമ്മൾ കേരളത്തിൽ കാണപ്പെടുന്നതാണ്. അതുപോലെ എക്കൽ മണ്ണ്, വനമണ്ണ്, കൂടാതെ എന്താണ്? കറുത്ത മണ്ണ് അല്ലെ. നമ്മുടെ പരുത്തി കൃഷിക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണെന്ന് ചോദിക്കാറുണ്ട് അല്ലെ. ഏതാണ്? ഈ കറുത്ത മണ്ണാണ്.
പിന്നല്ലേ പീറ്റ് മണ്ണ്, ഇതൊക്കെ എന്താണല്ലേ നമ്മുടെ മണ്ണിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അല്ലേ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഏതാണ് നിങ്ങൾക്കറിയോ? ഏതാണല്ലേ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തില്? നമ്മുടെ ലാറ്ററൈറ്റ് സോയിൽ ആണ് അല്ലേ, അഥവാ ചെങ്കൽ മണ്ണാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഏത് മണ്ണാണ്? ലാറ്ററൈറ്റ് സോയിൽ അഥവാ ചെങ്കൽ മണ്ണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് ആണോ? അല്ലല്ലേ, നമ്മുടെ എക്കൽ മണ്ണാണ് എവിടെ കാണുന്നത്? നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ പഠിച്ചു വെച്ചേക്ക, ഏറ്റവും കൂടുതൽ കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് അഥവാ ചെങ്കൽ മണ്ണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണാണ് കേട്ടോ. അപ്പൊ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചേക്ക. നമ്മുടെ പരുത്തി കൃഷിക്ക് അനുയോജ്യമായത് ഏതാണ്? കറുത്ത മണ്ണാണ്. ഓക്കെ, അടുത്ത ഭാഗത്തിലോട്ട് പോകാം. അടുത്ത ഭാഗം അല്ലെ മണ്ണ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ടില്ല എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പിക്ചർ ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ് അല്ലെ? നമുക്ക് കണ്ടൽ കാടുകളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് എന്താണ്? മണ്ണൊലിപ്പ് തടയാനായിട്ട് സഹായിക്കുന്നതാണ് അല്ലെ കണ്ടൽ കാടുകൾ അല്ലെ. നമ്മൾ പറഞ്ഞു മുന്നത്തെ ക്ലാസ്സിൽ കണ്ടൽ കാടും എന്താന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് അല്ലെ കയർ ഭൂവസ്ത്രം. എന്താണ് കയർ ഭൂവസ്ത്രം എന്ന് പറയുന്നത്? നമ്മൾ പാടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവോ? ഇങ്ങനെ ചെറിയ തോടുകൾ ചുറ്റുഭാഗത്തും അല്ലെ മൺതിട്ട ഉണ്ടാവും അല്ലെ. ഈ മൺതിട്ട എന്താണ്? ഇത് ചോർന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ എന്ത് ചെയ്യുന്നുണ്ടോ? കയർ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഇതിനെ കവർ ചെയ്തിരിക്കും. ഇതാണ് കയർ ഭൂവസ്ത്രം എന്ന് പറയുന്നത്. നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടോ? ഓക്കെ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പൊ പ്രധാനമായിട്ടും നമ്മുടെ മണ്ണല്ലേ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ടല്ലേ കണ്ടൽ കാടുകൾ നട്ടു വളർത്തുക. അതുപോലെ തന്നെ എന്താണ് കയർ ഭൂവസ്ത്രം എന്ത് ചെയ്യാം? ഇങ്ങനെ വിരിച്ചിടുന്നതൊക്കെ എന്താണ്? നമ്മുടെ മണ്ണൊലിപ്പ് തടയാനായിട്ട് സഹായിക്കും. പിന്നെ വേറൊന്നാണ് കല്ലു കയ്യാല എന്ന് പറയും അല്ലെ. കല്ലു കയ്യാല എന്ന് പറഞ്ഞല്ലേ ഇങ്ങനെ എന്താണ് ചെരിഞ്ഞ ഭൂപ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറ്. അതായത് ഇങ്ങനെ മണ്ണിങ്ങനെ ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും അല്ലെ ചെറിയ ചെറിയ ഭിത്തികളായിട്ട് കല്ല് വെച്ചിട്ട് അല്ലെ കുറച്ച് കട്ടിയുള്ള കനം കൂടിയ കല്ലുകൾ വെച്ചിട്ട് എന്ത് ചെയ്യും? ഭിത്തി പോലെ ഇങ്ങനെ വെക്കും. ഇതെന്താണ്? നമുക്ക് മണ്ണൊലിപ്പ് ഒലിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ അല്ലെ തട്ട് കൃഷി ഇതേപോലെ തന്നെയാണ്. തട്ട് കൃഷി അല്ലെ നമ്മൾ കൃഷി ചെയ്യുന്നത് തട്ടായിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഇങ്ങനെ കുത്തനെയുള്ള മണ്ണൊലിപ്പ് എന്ത് ചെയ്യാം? തടയാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കാം. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? അത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എന്തൊക്കെയാണ് കല്ലു കയ്യാല എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ കയർ ഭൂവസ്ത്രം കൊണ്ടൊക്കെ എന്താണ് അർത്ഥമാക്കുന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇനിയില്ലേ പ്രധാന ഒരു പോയിന്റ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ, December 5. എന്താണ് December 5ന്റെ പ്രത്യേകത അല്ലെ? ലോക മണ്ണ് സംരക്ഷണ ദിനമാണ് എന്താ December 5 എന്ന് പറയുന്നത് അല്ലെ. എന്താണ് December 5? പഠിച്ചു വെച്ചേക്ക്, ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചേക്ക്. അറിയാത്തവരുണ്ടെങ്കിൽ December 5 എന്താണ്? ലോക മണ്ണ് സംരക്ഷണ ദിനമാണ് കേട്ടോ. അപ്പൊ മണ്ണുമായി ബന്ധപ്പെട്ട ഈ ഡേറ്റ് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. December 5ന്റെ പ്രത്യേകത എന്താണ്? ലോക മണ്ണ് സംരക്ഷണ ദിനമാണ്. കിട്ടിയില്ലേ? അടുത്ത ഭാഗത്തിലോട്ട് പോവാം. അടുത്തത് അല്ലെ കേരളത്തിന്റെ ജലസ്രോതസ്സുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നോക്കാം അല്ലെ. ഇവിടെ നോക്കൂ. കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോട് കൂടി ചെരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റെത്. നമ്മൾ പറഞ്ഞില്ലേ മലനാട് ഇടനാട് തീരപ്രദേശം എന്ന് പറയുമ്പോൾ ഇങ്ങനെ താഴത്തുനിന്ന് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നതാണ് ഉയരം കൂടി വരും അല്ലേ. അപ്പൊ എന്താ ഇവിടെ തീരപ്രദേശമാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് പോകുമ്പോൾ മലനാടൊക്കെ എത്തുമ്പോഴത്തേക്ക് എന്താണ് ഇവിടെ ഉയരം കൂടിയ പ്രദേശമായില്ലേ. എന്താണ് തട്ടുകളായിട്ടാണ് നമ്മുടെ ഈ ഒരു കേരളത്തിന്റെ ഭൂപ്രകൃതി കാണുന്നത് അല്ലേ. സഹ്യപർവ്വത നിരകളിൽ നിന്നുത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തിൽ ജലസമൃദ്ധമാകുന്നു. നമ്മൾ പറഞ്ഞു എവിടെ നിന്നാണ് നമ്മുടെ നദികളൊക്കെ ഉത്ഭവിക്കുന്നത്? മലയുടെ മുകളിൽ നിന്നാണല്ലേ. അപ്പൊ ഇതെന്താണ് അവിടെ നിന്ന് ഉത്ഭവിക്കുന്നത് നദികൾ എന്താണ് അല്ലെ? എത്ര നദികളുണ്ട് നമ്മുടെ ഈ കേരളത്തിന്റെ മലനാട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന? പ്രധാന 44 നദികളുണ്ട് അല്ലെ. ഇതിൽ 41 നദികൾ എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ 3 നദികളും എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു അല്ലെ. 3 നദികൾ എങ്ങോട്ടാണെന്നെങ്കിലും ഓർമ്മയുണ്ടോ? പുതുതായിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാർക്ക് അല്ലെ കുറച്ചു കാലമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കാണാപ്പാടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അല്ലെ. പറയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറയാം. കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ ഏതൊക്കെയാ? കബനി, ഭവാനി, പാമ്പാർ. മാറിപ്പോവരുത്, ഒരിക്കലും മാറരുത്. പാമ്പാർ അല്ലെ. കിഴക്കോട്ട് അല്ലെ നമ്മൾ പറഞ്ഞു കിഴക്കോട്ട് അല്ലെ കാ വെച്ചിട്ടാണ് തുടങ്ങുന്നത് അല്ലെ. അപ്പൊ കാ വെച്ചിട്ടല്ലേ കബനി ഉണ്ട്. പിന്നെ ആ ഒരു ഓർഡറിൽ പറയാം കബനി, ഭവാനി, പാമ്പാർ അല്ലെ. ഈ 44 നദികളൊക്കെ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ മലനാട്ടിൽ നിന്നാണ് അല്ലെ. ഈ 44 നദികളിൽ 3 എണ്ണമാണ് കിഴക്കോട്ടും, ബാക്കി 41 നദികളും എങ്ങോട്ടാണ്? പടിഞ്ഞാറോട്ടുമാണ്. ഓർത്തു വെച്ചേക്കാം. ഇനി അടുത്ത ഭാഗം
ഇതൊക്കെ ജലമലിനീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തിലേക്ക് കടക്കുന്നത്, അതായത് പദ്ധതികൾ അല്ലേ. എന്തിനുള്ള പദ്ധതികളാണ് അല്ലേ? നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള ജലസ്രോതസ്സുകളൊക്കെ നിറഞ്ഞതാണ് നമ്മുടെ കേരള ഭൂപ്രകൃതി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ജലസ്രോതസ്സുകൾ എന്താണ് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ആർക്കുണ്ട്? നമ്മുടെ കേരള സർക്കാരിന് അല്ലെങ്കിൽ നമ്മുടെ ഓരോ ജനതയ്ക്കും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ ആര് കൊണ്ടുവന്നിട്ടുണ്ട്? നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. കേരള സർക്കാരും അതുപോലെ കേന്ദ്ര സർക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെയുള്ള ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം അതിൽ ഓരോരോ പദ്ധതികളും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പദ്ധതികൾ. PSCയുടെ എന്താണ് മെയിൻ ചോദ്യ മേഖലയാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിച്ചു വെക്കുക. അതുമല്ല നമ്മുടെ പുതിയ SCRT കൂടി ആണെങ്കിൽ അപ്പം അതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഫസ്റ്റ് ഇത് നോക്കാം, പദ്ധതി നോക്കാം. എന്താണ് ഒന്നാമത്തതിലെ ഇനി ഞാൻ ഒഴുകട്ടെ. ഓക്കെ, എന്തുമായി ബന്ധപ്പെട്ടതാണ്? ജലസ്രോതസ്സുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ മാലിന്യമുക്തം നവകേരളം. മൂന്നാമത്തത് തെളിനീരൊഴുകും നവകേരളം. നാലാമത്തത് ജൽ ജീവൻ മിഷൻ അല്ലേ. നല്ല എളുപ്പമല്ലേ പഠിക്കാൻ അല്ലേ. എല്ലാറ്റിലും എന്തുണ്ട് അല്ലേ? ജലവുമായി ബന്ധപ്പെട്ട് അല്ലേ, അതുമായിട്ടൊരു കണക്ഷൻ ഉണ്ട് അല്ലേ. നമുക്ക് പഠിക്കാൻ ഈസിയാണ് അല്ലേ. അപ്പോൾ ഇനി ഞാൻ ഒഴുകട്ടെ അല്ലേ, ആ ഒരു പേരിൽ തന്നെ ഉണ്ട് ഒഴുകുക അല്ലേ. എന്താണ് ഒഴുകുന്നത് അല്ലെ? ജലമാണ് അല്ലെ. അപ്പൊ ജലസ്രോതസ്സിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണുള്ള ഒരു പദ്ധതിയാണ് എന്ത്? ഇനി ഞാൻ ഒഴുകട്ടെ. ഒന്ന് പഠിച്ചു വെച്ചേക്കട്ടോ. ഇനി ഞാൻ ഒഴുകട്ടെ എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതിയാണ് ചോദിച്ചാൽ എന്താണ്? ജലസ്രോതസ്സുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് അല്ലെ. അതുപോലെ മാലിന്യമുക്തം നവകേരളം അല്ലെ. നമ്മൾ ജലസ്രോതസ്സുകൾ മാലിന്യമാകുന്നത് തടയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് എന്ത്? മാലിന്യമുക്തം നവകേരളം എന്ന് പറയുന്നത് അല്ലെ. ആ പേരിലും ഉണ്ട് അല്ലെ, മാലിന്യമുക്ത അല്ലെ. മാലിന്യമുക്തം എന്ന് പറയുന്നത് എന്താണ്? ജലസ്രോതസ്സുകൾ എന്താണ്? മാലിന്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അതുപോലെ അടുത്തത് എന്താണ്? തെളിനീരൊഴുകും നവകേരളം അല്ലെ. തെളിനീരൊഴുകും അല്ലെ, ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. എന്താണ് അത്? ജലസ്രോതസ്സുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അടുത്തത് എന്താ? ജൽ ജീവൻ മിഷൻ അല്ലെ. വീണ്ടും അല്ലെ ജലം അവിടെയും പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഇതോ അല്ലെ, ഇതിന്റെ ഈ പദ്ധതി കൊണ്ടുവന്നത് ആരാണെന്നാണ് നോക്കേണ്ടത്. അപ്പൊ അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം അല്ലെ. ഇനി ഞാൻ ഒഴുകട്ടെ, അതുപോലെ മാലിന്യമുക്തം നവകേരളം അല്ലെ, തെളിനീരൊഴുകും നവകേരളം, ഇതൊക്കെ ആരുടെയാണ്? കേരള സർക്കാരിൻ്റെയാണ് അല്ലെ. നമുക്ക് ആ പേര് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലെ. അപ്പൊ എന്താണ്? ഇതൊക്കെ കേരള സർക്കാരിൻ്റെതാണ്. അതുപോലെ തന്നെ ഇതിന്റെ നിർവഹണം ആരാണ് നടത്തുന്നത് നോക്കാം. ഫസ്റ്റ് ഇനി ഞാൻ ഒഴുകട്ടെ, ആരാണ് അതിന്റെ നിർവഹണം? ഹരിത കേരളം മിഷൻ ആണ് കേട്ടോ. ആരാണ്? ഹരിത കേരളം മിഷന്റെ ഒരു പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. ചോദിക്കാട്ടോ. പിന്നെ അടുത്തത് അല്ലെ, മാലിന്യമുക്തം നവകേരളം, അതുപോലെ തെളിനീരൊഴുകും നവകേരളം അല്ലെ. നവകേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജലസ്രോതസ്സുകളുടെ സംരക്ഷണം അല്ലെ, ആരുടേതാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതിയാണ് കേട്ടോ. ഓർത്ത് വെച്ചേക്കാം. ഏതാണ്? ഇപ്പൊ നവകേരളവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള ജലസ്രോതസ്സുകളുടെ സംരക്ഷണം അല്ലെ, ഏതാണ്? മാലിന്യമുക്തം നവകേരളം, അതുപോലെ തെളിനീരൊഴുകും നവകേരളം. ഇത് രണ്ടും ആരുടേതാണ്? ഇത് രണ്ടും നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഈ ഒരു പദ്ധതി നിർവഹണം നടത്തുന്നത്. ഓക്കെ, അടുത്തത് ലാസ്റ്റ് വൺ ജൽ ജീവൻ മിഷൻ അല്ലെ. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. ജൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹിന്ദി വേർഡ് ആണ് അല്ലെ. അപ്പൊ എന്താണ്? അത് ആരുടേതായിരിക്കും? നമ്മുടെ കേരളത്തിന്റെ ആയിരിക്കും? അല്ലല്ലേ, നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിലെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജൽ ജീവൻ മിഷൻ. പഠിച്ചില്ലേ? ഒന്നുകൂടി നോക്കാം. ഏതൊക്കെയാണ് പദ്ധതി നോക്കാം. ഇനി ഞാൻ ഒഴുകട്ടെ അല്ലെ, ആരുടേതാണ്? ഹരിത കേരളം മിഷന്റേതാണ്. പിന്നെ മാലിന്യമുക്തം നവകേരളം, അതുപോലെ തെളിനീരൊഴുകും നവകേരളം, ഇത് രണ്ടും ആരുടേതാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റേതാണ്. ലാസ്റ്റ് വൺ ജൽ ജീവൻ മിഷൻ അല്ലെ, ആ പേരിൽ തന്നെ ഉണ്ട്. ആരുടേതാണത്? കേന്ദ്ര സർക്കാരിൻ്റെതാണ്. ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തിലോട്ട് പോകാം. ഓക്കെ, അടുത്തത് നമ്മൾ കേരളത്തിന്റെ വിളവൈവിധ്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അല്ലെ, നമുക്ക് വിളകളുമായി ബന്ധപ്പെട്ടില്ലേ, നമുക്കറിയാം ഓരോ പ്രദേശത്തെയും കൃഷിയിലെ അവിടുത്തെ ഓരോ പ്രദേശത്തിലെ കൃഷി എന്താണ്? വ്യത്യസ്തമായിരിക്കില്ലേ. അതായത് ഓരോ പ്രദേശങ്ങളിലെയും കൃഷി എന്താണ്? വ്യത്യസ്തമായിരിക്കില്ലേ. മലനാട്ടിലുള്ള കൃഷി ആയിരിക്കും നമ്മുടെ തീരപ്രദേശത്ത് ഉണ്ടാവുക? അല്ലല്ലേ. അപ്പൊ എന്താണ്? ഇതിനൊക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഉണ്ടല്ലേ. അവിടുത്തെ ഭൂപ്രകൃതി, അതുപോലെ അവിടുത്തെ കാലാവസ്ഥ, ഇതൊക്കെ എന്താണ്? ആ ഒരു കൃഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അല്ലെ. നമുക്ക് നോക്കാം. ഓരോ പ്രദേശത്തെയും കൃഷി അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. നമ്മൾ പറഞ്ഞു അല്ലെ, അവിടുത്തെ ഭൂപ്രകൃതി അതുപോലെ അവിടുത്തെ കാലാവസ്ഥയൊക്കെ ആയിട്ടാണ് ഈ ഒരു കൃഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അല്ലെ നമുക്കറിയാം ഓരോ കൃഷിക്ക് എന്താണ്? അതിന് യോജിച്ച മണ്ണായിരിക്കണം ഉണ്ടാവേണ്ടത് അല്ലെ. ഇപ്പൊ മലനാട്ടിലുള്ള മണ്ണ് അല്ലെ, മണ്ണിലാണ് നമുക്കറിയാം എന്താണ് പ്രധാന സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ
ഉണ്ടാകുന്നത് അല്ലേ. അപ്പൊ അതെന്താ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ തീരപ്രദേശത്തെ മണ്ണിൽ ഉണ്ടാക്കാൻ പറ്റുമോ അല്ലേ, ഉണ്ടാവൂല അല്ലേ. അപ്പൊ ഇതൊക്കെ എന്താണ്, ഓരോ കൃഷിക്കും അതിനനുസരിച്ചിട്ടുള്ള മണ്ണായിരിക്കും ഉണ്ടാവുക. അതുപോലെ ജലസേചന സൗകര്യമാണെങ്കിലും സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമൊക്കെ എന്താണ് ഈ കൃഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി നമുക്ക് നോക്കാം ഓരോ സ്ഥലത്തുള്ള പ്രധാന കൃഷികൾ എന്തൊക്കെയാന്ന് നോക്കാം അല്ലേ. ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, അതുപോലെ വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, കൂടാതെ തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി, ഈ പ്രദേശങ്ങളിലൊക്കെയാണ് ധാരാളമായിട്ട് എന്ത് കൃഷി ചെയ്യുന്നത്, തേയില അല്ലെ. നമുക്കറിയാം ഹൈ റേഞ്ച് പ്രദേശങ്ങളിലാണ് തേയില കൃഷി ചെയ്യാറല്ലേ. അപ്പൊ നമുക്കറിയാം മൂന്നാർ, പീരുമേട് അല്ലെ, അതൊക്കെ ഇവിടെ ഇടുക്കി ജില്ലയിലാണ്. പിന്നെ വയനാട്ടിലുള്ളതാണല്ലേ മേപ്പാടി, വൈത്തിരി, അതുപോലെ നമ്മുടെ പൊന്മുടി, ഇവിടെയൊക്കെ എന്താണ് നമ്മുടെ തേയില കൃഷിയാണ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ പാലക്കാട് എന്താണ് ചെയ്യുക, നമുക്കറിയാം അല്ലെ നെൽകൃഷിയാണ് അല്ലെ. പാലക്കാടും അതുപോലെ കുട്ടനാടിലും എന്താണ് നെൽകൃഷിയാണ്. ഇവിടുത്തെ മണ്ണ് അല്ലെ, പാലക്കാട്ടിലുള്ള അല്ലെങ്കിൽ കുട്ടനാട്ടിലുള്ള മണ്ണാണ് എന്താ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ക്ലിയർ അല്ലേ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. നമ്മുടെ തേയില കൃഷി എവിടെയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്, നമ്മുടെ മൂന്നാർ, പീരുമേട്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. ഹൈ റേഞ്ച് ഏരിയകളിലായിരിക്കും തേയില കൃഷി ഉണ്ടാവുക. മൂന്നാർ, പീരുമേട്, അതുപോലെ മേപ്പാടി, വൈത്തിരി, പൊന്മുടി, ഇതൊക്കെ എന്താണ് അല്ലെ മലനാടുകളാണ്. അപ്പൊ അതൊന്ന് കണക്ട് ചെയ്തിട്ട് പഠിക്കട്ടോ. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് അല്ലേ ഇതേ സാധനം തന്നെയാണ്. നമ്മുടെ വളക്കൂറുള്ള മണ്ണും അതുപോലെ ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യം ഒരുക്കുന്നു അല്ലെ. അപ്പൊ നമുക്ക് വളക്കൂറുള്ള മണ്ണും ഇതിനെ ആശ്രയിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ ധാരാളം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലും എന്താണ് അതിന്റെ വിളക്ക് അതിന് നല്ല സാഹചര്യമാണ് ഒരുക്കുന്നത്. കൂടാതെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥയും അതുപോലെ ചെരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിൽ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. ഓക്കെ, നമുക്കറിയാം എവിടെയാണ് മലനാട്ടിലാണ് എന്ത് തേയില, അതുപോലെ ഏലം, കാപ്പി, കുരുമുളകൊക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താണ് അവിടെ കൃഷി ചെയ്യാനുള്ള കാരണം എന്താ അല്ലെ, അതെന്താണ് മലനാടാണ് അല്ലെ, വളരെ തണുപ്പ് ഏറിയ സ്ഥലമാണ് അല്ലെ. നമുക്ക് താപനില അവിടെ എന്താണ് വളരെ കുറവായിരിക്കും. ഈ ഒരു കൃഷിക്ക് അല്ലെ, ഈ തേയില, ഏലം, കാപ്പിക്കൊക്കെ വേണ്ട കാലാവസ്ഥ എന്താണ് മലനാട്ടിലുള്ള കാലാവസ്ഥയാണ്. അതുകൊണ്ടാണ് അവിടെ അത് കൃഷി ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോകാം. അടുത്ത ഭാഗം അല്ലെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് എവിടെയാണ്, കേരളത്തിലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദിക്കാറുണ്ട് റബ്ബർ കൃഷി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എവിടെയാണ്, നമ്മുടെ കേരളത്തിലാണ് അല്ലെ. അതിനു മുന്നല്ലേ ഭൂപ്രകൃതിയും മണ്ണിന്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നുണ്ട് അല്ലെ. നമ്മൾ ഇടനാട്ടിൽ ഇപ്പൊ മലനാട്ടിൽ നമ്മൾ പ്രധാന കൃഷികൾ പറഞ്ഞല്ലേ, ഏതൊക്കെയാണ് തേയില ഉണ്ട്, അതുപോലെ കാപ്പി, കുരുമുളക്, ഏലം, ഇതൊക്കെ അല്ലെ പ്രധാന സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ എവിടെയാണ് നമ്മുടെ മലനാട്ടിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇടനാട്ടിൽ കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാണ് കിഴങ്ങ് വർഗ്ഗങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. നമ്മുടെ മരച്ചീനി, ചേന, ചേമ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇടനാട്ടിലാണ് കൃഷി ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടുത്തെ മണ്ണും അവിടുത്തെ ഭൂപ്രകൃതിയും ഒക്കെയാണ് എന്തിനു സഹായിക്കുന്നത്, ഈ ഒരു കൃഷിക്ക് അതിന്റെ വളരാനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ റബ്ബർ കൃഷിയെ കുറിച്ച് പറഞ്ഞില്ലേ, റബ്ബർ കൃഷി ഏറ്റവും കൂടുതൽ എവിടെയാണ് ചെയ്യുന്നത്, നമ്മുടെ കേരളത്തിലാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി നമ്മുടെ എക്കൽ മണ്ണിനെ കുറിച്ചിട്ടില്ല, അതായത് നമ്മുടെ തീരപ്രദേശങ്ങളിലൊക്കെ കാണപ്പെടുന്നത് തീരപ്രദേശത്തെ മണ്ണിൽ ആണ് ധാരാളം എന്ത് കൃഷി ചെയ്യുന്നത്, നെൽകൃഷിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ തീരപ്രദേശത്ത് എന്താണ് എക്കൽ മണ്ണിന്റെ സാന്നിധ്യമാണ് നെൽകൃഷിക്ക് അനുയോജ്യമായത്. ഈ ഒരു മണ്ണിൽ എന്തുണ്ട്, ഉപ്പ് രസമുള്ള മണ്ണാണ്. അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, നമ്മുടെ തെങ്ങിനൊക്കെ സമൃദ്ധമായിട്ട് വളരാൻ ഇത് സഹായിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പൊ തീരപ്രദേശത്തെ എക്കൽ മണ്ണിൽ എന്താണ്, എക്കൽ മണ്ണിന്റെ സാന്നിധ്യമാണ് നെൽകൃഷിക്ക് അത് വളരാൻ ഏറ്റവും നല്ലത്. അതിലടങ്ങിയിരിക്കുന്ന അല്ലെ ഉപ്പ് രസമാണ് ഈ ഒരു തെങ്ങിനൊക്കെ അതിന്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോകാം. ഈ പ്രധാനപ്പെട്ട നമ്മുടെ പ്രകൃതിക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. കവളപ്പാറ ഉരുൾപൊട്ടൽ അല്ലെ, നമ്മൾ 2019 നടന്നിട്ടുള്ള അല്ലെ. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു വർഷം നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. മുന്നത്തെ ഒരു പരീക്ഷകളിൽ ഇങ്ങനെ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട ഇങ്ങനത്തെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ അതിന്റെ വർഷം എന്താണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. അല്ലെ കവളപ്പാറ, ഇത് ജസ്റ്റ് നിങ്ങൾ ആ ഒരു വർഷം ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. കവളപ്പാറ ഉരുൾപൊട്ടൽ ഏതാ വർഷം, കവളപ്പാറ 2019 കേട്ടോ. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, കവളപ്പാറ അല്ലായിരുന്നു, അന്ന് വേറെ ഏതോ ആയിരുന്നു. അപ്പൊ ആ വർഷം ഏത് വർഷമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ എടുത്ത് പറയുന്നത് കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വർഷം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പൊ കവളപ്പാറ അല്ലെ ഉരുൾപൊട്ടൽ ഏതാ വർഷം, 2019. അതുപോലെ പെട്ടിമുടി ഉരുൾപൊട്ടൽ എന്താണ് അല്ലെ തൊട്ടടുത്ത വർഷം 2020 അല്ലെ. പെട്ടിമുടി ഉരുൾപൊട്ടൽ
പെട്ടിമുടി. പെട്ടിമുടി എവിടെയാണ്? നമ്മുടെ ഇടുക്കിയിലാണ് കേട്ടോ. അപ്പൊ പെട്ടിമുടി ഉരുൾപൊട്ടൽ ഏതാ വർഷം ചോദിച്ചാൽ 2020. അപ്പൊ 2019-20 നമുക്കറിയാം 2018 വലിയൊരു പ്രളയം ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷങ്ങൾ 2019 എന്താണ് കവളപ്പാറയും 2020 പെട്ടിമുടി ദുരന്തം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഓർഡറിൽ നിങ്ങൾ പഠിച്ചു പോവുക അല്ലെ. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രളയമായിരുന്നു അല്ലേ നമ്മുടെ 2018 അതിന്റെ പേരിൽ തന്നെ ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പൊ അല്ലെ അത് ഏതാ വർഷം? മഹാപ്രളയം എന്നൊക്കെ പറയുന്നത് ഏതാ വർഷം? 2018 കേട്ടോ. തൊട്ടടുത്ത വർഷമാണ് കവളപ്പാറയിൽ. അപ്പൊ ആ ഒരു ഓർഡറിൽ പോലെ 2018 ശേഷം അങ്ങോട്ടൊക്കെ എന്താണ് ദുരന്തങ്ങളാണല്ലേ. 2018 മെയിൻ ആയിട്ടുള്ള പ്രളയം, 2019 എന്ത് ചെയ്യുന്നുണ്ട് കവളപ്പാറ ദുരന്തം, പിന്നീട് പെട്ടിമുടിയിലെ 2020 പെട്ടിമുടി കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊന്നുമല്ല, ഒക്കെ കുട്ടികൾക്ക് അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ. ഇവിടെ പറയുന്നുണ്ടല്ലേ 2018 പ്രളയം, ഇതിവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചോദിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണല്ലേ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം അല്ലെ. ഈ ഒരു ഭാഗം ചോദിക്കാം. അതായത് ഇങ്ങനെ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിലെ അതിന്റെ നിവാരണത്തിനും ലഘൂകരണത്തിനും വേണ്ടിയിട്ട് എന്താണ് അതിന്റെ ലഘൂകരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സർക്കാർ വകുപ്പുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതിന്റെ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. പ്രധാന വകുപ്പുകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഏതാണ്? കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പുണ്ട്. പിന്നെ അടുത്തത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ട്. ദുരന്ത സാധ്യത അപഗ്രഥന സെല്ലുണ്ട്. ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തുണ്ട് പ്രത്യേകം നമുക്ക് പഠിക്കാനുണ്ട്. കേരള ഭരണരംഗം എന്നുള്ള ഒരു പോർഷനിൽ നമുക്ക് പ്രത്യേകം പഠിക്കാനുണ്ട്. അപ്പൊ ആ ഭാഗം എത്തുമ്പോൾ നമുക്കത് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കി വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ നിലകൊള്ളുന്നത് അല്ലെ. പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ ലഘൂകരണത്തിനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് സർക്കാർ നിയമിച്ചിട്ടുള്ള വകുപ്പുകളാണ് ഏത് അല്ലെ. കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പും അതുപോലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നിങ്ങൾ കാണാപ്പാഠം പഠിക്കുന്നു വേണ്ട, ജസ്റ്റ് അതൊരു വാക്കുകൾ എന്ത് ചെയ്യാമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തുണ്ട് കേരള ഭരണരംഗം എന്നുള്ള ഭാഗത്തു നിന്ന് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്കത് കൂടുതലായിട്ട് അവിടെ പഠിക്കാം. ഓക്കെ, ഇന്ന് ഓക്കെ ക്ലിയർ ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട SCERT ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. നമ്മൾ എല്ലാ ഭാഗവും നോക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് റിവൈസ് വരാം. ഇത്രയും എടുത്ത കാര്യങ്ങളൊന്ന് റിവൈസ് വരാം. ഓക്കെ, കേരളത്തിന്റെ ഭൂപ്രകൃതിയാണല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത്. കേരളത്തിന്റെ ഭൂപ്രകൃതി എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 3 ആയിട്ടല്ലേ. മലനാട്, ഇടനാട്, തീരപ്രദേശം അല്ലെ. 75 കിലോമീറ്ററിന് ഉയരത്തിലാണ് എന്തുള്ളത് മലനാടുള്ളത്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മലനാടാണ്. ഏറ്റവും കൂടുതൽ നദികൾ അല്ലെ. എല്ലാ നദികളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മലനാട്ടിൽ നിന്നാണ്. പിന്നീട് അല്ലെ 75 മീറ്ററിനും 7.5 മീറ്ററിനും ഇടയിലാണ് ഇടനാടുള്ളത് അല്ലെ. ധാരാളം കുന്നുകളും താഴ്വരകളൊക്കെ കാണപ്പെടുന്നതാണ് ഇടനാട്. ഇടനാട്ടിലുള്ള കൃഷികൾ എന്തൊക്കെയാണ്? കൃഷികളെ കുറിച്ച് പറഞ്ഞില്ലേ. പ്രധാന കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ എവിടെയാണ്? ഇടനാട്ടിലാണ് അല്ലെ. ചേന, ചേമ്പ്, മരച്ചീനി ഒക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നത് എവിടെയാണ്? ഇടനാട്ടിലാണ്. മലനാട്ടിലാണെങ്കിലോ ഹൈ റേഞ്ച് പ്രദേശത്താണല്ലേ നമ്മുടെ പ്രധാന സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഉള്ളത്. ഏതൊക്കെ? കാപ്പി, തേയില, അതുപോലെ കുരുമുളക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെയാണ്? മലനാട്ടിലാണുള്ളത്. ഇനി തീരപ്രദേശത്തോട്ട് വരുമ്പോൾ ഏറ്റവും കുറവിലെ കാണപ്പെടുന്ന ഭൂപ്രകൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? തീരപ്രദേശമാണ് അല്ലെ. 7.5 കിലോമീറ്ററിനും താഴെയാണ് നമ്മുടെ തീരപ്രദേശം എന്ന് പറയുന്നത്. അതും എന്താണ്? ലക്ഷദ്വീപിനോട് ചേർന്നിട്ട് കിടക്കുന്ന ഒരു ഭൂപ്രകൃതി കൂടിയാണ് എന്ത്? തീരപ്രദേശം എന്ന് പറയുന്നത്. തീരപ്രദേശത്തുള്ള എക്കൽ മണ്ണിന്റെ സാന്നിധ്യമാണ് എന്ത്? നെൽകൃഷി വളരാനൊക്കെ ഏറ്റവും അനുയോജ്യമായത് അല്ലെ. അപ്പൊ നെൽകൃഷിയൊക്കെ ധാരാളം കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തീരപ്രദേശങ്ങളിലാണ്. അതിനുള്ള കാരണം എന്താണ് അല്ലെ? എക്കൽ മണ്ണിലുള്ള ഉപ്പ് രസമാണ് നമ്മുടെ നെൽകൃഷിക്ക് എന്ത് അത് വളരാന് അനുയോജ്യമായത്. അതും കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. വേറെ അതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ കാലാവസ്ഥയെ കുറിച്ച് പറഞ്ഞു അല്ലേ. നമുക്കറിയാം നമ്മുടെ പ്രധാന മഴക്കാലത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഏതൊക്കെയാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഉണ്ട്, അതുപോലെ വടക്ക് കിഴക്കൻ മൺസൂൺ. നിങ്ങൾ പഠിച്ചു വെച്ചേക്കുന്നത് ചോദ്യം ഷുവർ ആയിട്ടുള്ള മേഖലയാണ് കേട്ടോ. അപ്പൊ തെക്കു പടിഞ്ഞാറ് മൺസൂൺ അല്ലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏതാണ്? ഈ ഒരു സീസണിലാണ്. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? കാലവർഷം എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. നമ്മുടെ മഴ തുടങ്ങുന്നത് അല്ലെ ജൂൺ മാസം മുതലാണ് അല്ലെ. അപ്പൊ ജൂൺ മാസം മുതൽ നമ്മുടെ സെപ്റ്റംബർ വരെയാണ് ഈ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഈ ഒരു കാലവർഷം എന്ന് പറയുന്നത്. അടുത്തത് ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് പെയ്യുന്ന അല്ലെ ഇടിയോട് കൂടിയിട്ടുള്ള ഒരു മഴ ഉണ്ടാവാറില്ലേ ഇടയ്ക്കൊക്കെ. ആ ഒരു മഴയാണ് എന്ത് പറയുന്നത്? നമ്മുടെ വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ?
അതും കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മൾ മണ്ണിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ. നമുക്കറിയാം നമ്മുടെ മണ്ണ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയുണ്ട്? ഭൂപ്രകൃതി പറഞ്ഞു, അതുപോലെ അല്ലെ അവിടുത്തെ കാലാവസ്ഥ, അതുപോലെ അല്ലെ നമുക്കറിയാം പാറ പൊടിഞ്ഞിട്ടാണ് ഉണ്ടാവുന്നത്, അതുകൊണ്ട് തന്നെ പാറയുടെ ഘടന, പിന്നെന്താണ് ആ ഒരു പാറയുടെ കാലപ്പഴക്കം, പിന്നെന്താണ് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റു സൂക്ഷ്മജീവികളുടെയൊക്കെ പ്രവർത്തനം. ഇതൊക്കെ എന്താണ് നമ്മുടെ മണ്ണ് രൂപീകരണത്തിന് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അല്ലെ. പിന്നെ പറഞ്ഞു അല്ലെ 1 ഇഞ്ച് കനത്തിലൊക്കെ ഒരു മണ്ണ് വളരണമെങ്കിൽ എത്ര വർഷം എടുക്കും അല്ലെ? 1000-ലധികം വർഷങ്ങൾ എടുക്കും എന്നാണ് പറയുന്നത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ പ്രധാന മണ്ണിനങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എന്താ? ചെങ്കൽ അഥവാ ലാറ്ററൈറ്റ് മണ്ണ്. സ്ഥിരം ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നല്ലേ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഏതാണ്? എക്കൽ മണ്ണാണ്. പിന്നെ പരുത്തി കൃഷിക്ക് അനുയോജ്യമായത് ഏതാണ്? കറുത്ത മണ്ണാണ്. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞത് അല്ലെ മണ്ണ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കണ്ടൽ കാടുകൾ, കയർ ഭൂവസ്ത്രം, കല്ലു കയ്യാൽ എന്താന്ന് പറഞ്ഞു അല്ലെ, തട്ടുകൃഷി, ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം അല്ലെ, പ്രധാന ഡേറ്റ് ഡിസംബർ 5 അല്ലെ. മണ്ണുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഡേറ്റ് ആണ് ഡിസംബർ 5. എന്താണ്? മണ്ണ് സംരക്ഷണ ദിനം. ഓക്കെ. പിന്നെ ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെട്ടില്ലേ എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? പ്രധാനമായിട്ടും ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ. ഏതൊക്കെയാണ് പദ്ധതി ഏതൊക്കെയാണ്? ഇനി ഞാൻ ഒഴുകട്ടെ അല്ലെ. ആരെ കൊണ്ടുവന്നത്? അല്ലെങ്കിൽ കേരള സർക്കാരിന്റെയാണ്. അതിന്റെ ഭരണ നിർവഹണം നടത്തുന്നത് ആരാണ്? ഹരിത കേരളം മിഷനാണ്. പിന്നെ നവകേരളവുമായി ബന്ധപ്പെട്ട് മാലിന്യമുക്തം നവകേരളം, തെളിനീരൊഴുകും നവകേരളം, ഇത് രണ്ടും ആരുടേതാണ്? അതിന്റെ ഭരണ നിർവഹണം നടത്തുന്നത് ആരാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. പിന്നെ ജൽ ജീവൻ മിഷൻ അല്ലെ, ഹിന്ദി ടച്ചുള്ള വേർഡാണ്, അതുകൊണ്ട് എന്താണ് ആരുടേതാണ്? നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെതാണ്. ക്ലിയർ അല്ലേ? പിന്നെ വിളവൈവിധ്യവുമായി ബന്ധപ്പെട്ടിട്ടില്ലേ നമ്മൾ പറഞ്ഞു എവിടേക്കാണല്ലേ നമ്മുടെ തേയില കൃഷി ചെയ്യുന്നത് അല്ലേ. മൂന്നാർ, പീരുമേട്, അതുപോലെ വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, പിന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയിലൊക്കെയാണ് എന്ത്? തേയില കൃഷി ചെയ്യുന്നത് അല്ലേ. നെൽകൃഷിയാണെങ്കിലോ പാലക്കാട്, കുട്ടനാടൊക്കെയാണ് നെൽകൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. ഓക്കെ, ഇത്ര തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒന്നും പറയാത്തൊരു കാര്യം ഇവിടെ ഉണ്ട്. ഓക്കെ അല്ലെ, വിളവെടുപ്പ് ഉത്സവം അല്ലെ ഏതാന്ന് ചോദിക്കാറുണ്ട്. അതായത് കേരളത്തിലെ പല ആഘോഷങ്ങളും കാലാവസ്ഥയും ഭൂപ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളവയാണ് അല്ലെ. ഓണം എന്ന് പറയുന്നത് എന്താണ്? ഒരു വിളവെടുപ്പ് ഉത്സവമാണ് കേട്ടോ. ഇതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഒരു വിളവെടുപ്പ് ഉത്സവത്തിന് പറയുന്ന പേരെന്താണ് അല്ലെ? ഓണം അല്ലെ. ഓണം എന്ന് പറയുന്നത് എന്താണ്? ഒരു വിളവെടുപ്പ് ഉത്സവമാണ്. അങ്ങനെയാണെങ്കിൽ വിഷുവിനെ പറ്റിയിട്ട് ഒരു ഉത്സവം പറയില്ലേ. എന്താണ് വിഷു? എന്താണ്? വിളവിറക്കാണ് കേട്ടോ. വിളയിറക്ക് ഉത്സവമാണ് വിഷു എന്ന് പറയുന്നത്. അപ്പോൾ ഓണവും വിഷു നിങ്ങൾ മാറിപ്പോവരുത്. ഇതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഓണം എന്ന് പറയുന്നത് എന്താണ്? വിളവെടുപ്പ് ഉത്സവമാണ് കേട്ടോ, അത് ഓർത്ത് വെച്ചേക്കുക. ഓണം എന്ന് പറയുന്നത് എന്താണ്? വിളവെടുപ്പ് ഉത്സവമാണ്. വിഷു എന്ന് പറയുന്നത് എന്താണ്? വിളയിറക്ക് ഉത്സവമാണ്. അപ്പൊ നിങ്ങൾക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, നമുക്ക് ഓണത്തിനാണല്ലേ ധാരാളം സദ്യ ഒക്കെ കഴിക്കുന്ന എപ്പോഴാണ്? നമ്മൾ ഓണത്തിനാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്താണ് ഒരുപാട് വിളവെടുക്കേണ്ട ആവശ്യമായിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ ഓർത്ത് വെക്കാം അല്ലെ. വിളവെടുപ്പ് എപ്പോഴാണ് നടക്കുക? നമ്മൾ ഓണത്തിനാണെന്ന് ഓർത്ത് വെക്കുക അല്ലെ. ഓണത്തിന് ധാരാളം സദ്യയൊക്കെ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ അല്ലെ ആ സമയത്ത് നമുക്ക് ധാരാളം എന്ത് വേണം? പച്ചക്കറിയൊക്കെ വേണം അല്ലെ. അപ്പൊ എന്താണ് വിളവെടുക്കുന്നത് ഏത് സമയത്താണ്? ഓണത്തിനാണെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ എന്താണ് ഓണം എന്ന് പറയുന്നത്? എന്താണ്? വിളവെടുപ്പ് ഉത്സവമാണ്. അപ്പൊ വിളയിറക്ക് ഉത്സവം എന്ന് ചോദിച്ചാൽ ഏതാണ്? വിഷു ആണ്. ഓർത്ത് വെച്ചേക്കണേ. ഓക്കെ, നമ്മൾ ഇത്ര തന്നെയാ. പിന്നെ നമ്മൾ പ്രധാന പ്രകൃതി ദുരന്തങ്ങളിലെ 2018 പ്രളയം പറഞ്ഞു. കവളപ്പാറ ഏതാ വർഷം? 2019 പെട്ടിമുടി 2020 കേട്ടോ, 2020. അതൊന്ന് ഓർത്ത് വെച്ചേക്കട്ടാ, ചോദിക്കാനൊരു സാധ്യത കാണുന്നുണ്ട്. ഇത്ര തന്നെയുള്ളൂ. ഓക്കെ, അപ്പം ഇത്ര തന്നെ ഉള്ളൂ. നമ്മൾ കേരള ജോഗ്രഫി പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക, എല്ലാവരും ക്ലാസ് കാണുക. ക്ലാസ് കണ്ടിട്ട് എന്ത് ചെയ്യുക, അതിന് നോട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ക്ലാസ് കണ്ടിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ലെക്ചർ നോട്ടായിട്ട് എഴുതി പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് വായിക്കാം. ഇങ്ങനെ തന്നെയാണ് പഠിക്കുക കേട്ടോ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട PDF ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ സമഗ്ര സൈറ്റ് ഉണ്ടാവും അല്ലേ. കുട്ടികളുടെ പാഠപുസ്തകം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൈറ്റിൽ സമഗ്ര സൈറ്റ് തന്നെ ഉണ്ട്. അവരുടെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്നാം ക്ലാസ് മുതൽ +2 വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് കിട്ടും. നമുക്ക് ഏതാ ആവശ്യമുള്ളത് അത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ നമുക്കത് ഫ്രീ ആയിട്ട് അത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഏറ്റവും നല്ലത് എന്താ, നിങ്ങൾ ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ നോട്ട് എഴുതി പോകുന്നതാണ് കേട്ടോ. നമ്മൾ കുറേ PDF ഉണ്ടായിട്ട് കാര്യമില്ലല്ലേ. നമ്മളിതിങ്ങനെ എന്താണ് അങ്ങനെ എടുത്തു വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഒരു ദിവസം നോക്കിയിട്ടില്ലെങ്കിൽ അത് പിന്നെ എന്താവും, ലോഡ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്കത് നോക്കാനുള്ള മടിയാകും. അപ്പോൾ ഏറ്റവും നല്ലത് എന്താ, ക്ലാസ് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളൊരു പെന്നും ഒരു ബുക്കും എടുത്തിട്ട് എന്ത് ചെയ്യുക, അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി പോവുക. എന്നിട്ട് എന്താ അത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. ഒരാഴ്ചയാകുമ്പോൾ നമുക്ക് എന്താണ് എക്സാം ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, അതെല്ലാം കൂടി ആ ബുക്ക് നോക്കിയിട്ട് അങ്ങ് പഠിച്ചാൽ മതി.
പിന്നെ അടുത്ത ആഴ്ചയാകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, ഒന്നും കൂടി റിവൈസ് ചെയ്ത് എടുക്കുക. ഇങ്ങനെ തന്നെയാണ് പഠിച്ചു പോകട്ടെ. ഇങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കലി പഠിച്ചു പോയാൽ മാത്രമാണ് കേട്ടോ കാര്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? എല്ലാ കാര്യങ്ങളും ക്ലിയർ അല്ലേ? അപ്പം ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്